മുസ്ലിം ലീഗ് സമസ്ത സമവായ ശ്രമം ഫലം കണ്ടില്ല. പാണക്കാട് വീട്ടിലെത്തി നടത്തിയ ചർച്ചകളോട് ലീഗ് വിരുദ്ധ വിഭാഗം നീതി പുലർത്തിയില്ലെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വീട്ടിലെത്തി മാപ്പ് പറഞ്ഞവർ വാർത്താ സമ്മേളനത്തിൽ അത് മറച്ചുവെച്ചെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മാപ്പ് പറഞ്ഞില്ലെന്നും ദൈവത്തോട് മാത്രമേ മാപ്പ് പറയുകയുള്ളൂ എന്നും സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കവും വ്യക്തമാക്കി. സാദിഖ് അലി തങ്ങൾ കേക്ക് കഴിച്ച് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തതിനെ ഹമീദ് ഫൈസി അമ്പലക്കടവ് വിമർശിച്ചതാണ് സമസ്ത ലീഗ് ബന്ധം വീണ്ടും വഷളാക്കിയത്. ഹമീദ് ഫൈസി അമ്പലക്കടവ്, ഉമർ ഫൈസി മുക്കം, മുസ്തഫ മുണ്ടുപാറ തുടങ്ങിയവർ പാണക്കാടെത്തി മാപ്പ് പറഞ്ഞുവെന്നും എന്നാൽ ഇവർ ധാരണയോട് നീതി പുലർത്തിയില്ലെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ആ സംസാരത്തിൻ്റെ ഒരു അന്തസ്സത്തൊക്കെ മനസ്സിലാക്കണമല്ലോ. അത് മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു പറയേണ്ടതായിരുന്നു. പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നുണ്ടായത്. മാപ്പ് പറഞ്ഞത് വാർത്താ സമ്മേളനം നടത്തി മാധ്യമങ്ങളോട് പറയണമെന്നായിരുന്നു ധാരണ. അതുമാത്രം മറച്ചുവെച്ചെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും കുറ്റപ്പെടുത്തി. മാനസികമായിട്ട് വല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന് പറയലാണല്ലോ ഖേദ പ്രകടനം എന്ന് പറയുന്നത്. അത് അവർ പറയുകയും ചെയ്തു. അത് ഞങ്ങൾ പുറത്ത് പറയാനുള്ള ധാരണയിലാണ് പോയത്. പക്ഷെ അതുമാത്രം പറഞ്ഞില്ല. ആരോടും മാപ്പ് പറഞ്ഞിട്ടില്ലെന്നും ദൈവത്തിനോട് മാത്രമേ പറയൂ എന്നുമായിരുന്നു ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണം. കേദത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. പിന്നെ തങ്ങൾക്കും ഇങ്ങോട്ടും കേദല്ല, അങ്ങോട്ടും കേദൊന്നുമില്ല. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ തമ്മിലെന്താ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നില്ലേ? എത്രയല്ലേ ഉള്ളൂ. മാപ്പ് അള്ളഹാനോടാ പറയാ. ഞങ്ങൾ അള്ളാഹുവിനോടല്ല വേറെ ആളും പറഞ്ഞു. ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളഹാനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തെറ്റും ചെയ്യാറില്ല. അമർഷം സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളെ അറിയിച്ചെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. സമസ്തയ്ക്കും ലീഗിനും ഇടയിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ലെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളും അറിയിച്ചു. ചർച്ചയ്ക്ക് ശേഷവും പരസ്യ പ്രതികരണങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തിയതോടെ പ്രതിസന്ധി തുടരുമെന്ന് ഉറപ്പായി. ന്യൂസ് മലയാളം, മലപ്പുറം, കോഴിക്കോട്.